400 വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള പുന്നത്ര പഴയ പള്ളിയിൽ ചതുർശതാബ്ദി വർഷത്തിലെ ഇടവക ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. 720ഓളം കുടുംബങ്ങളുള്ള പുന്നത്ര ഇടവകയിലെ 1500ഓളം അംഗങ്ങളാണ് ഇടവക ദിനാഘോഷത്തിൽ പങ്കുചേർന്നത്. ഞായറാഴ്ച ഇടവക ദിനത്തിൽ രാവിലെ തന്നെ പുന്നത്ര പഴയപള്ളി ഇടവകയിലെ അംഗങ്ങൾ പള്ളിയിലെത്തി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. പിടിയും പോത്തുമടക്കമുള്ള വിഭവസമൃദ്ധമായ സ്നേഹവിരുന്ന് ഇടവക അംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് തയ്യാറാക്കിയത് കൂട്ടായ്മയുടെ നേർക്കാഴ്ചയായി. വൈകിട്ട് 4-ന് ഇടവക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക കുർബാന നടന്നു. ഫാദർ സ്റ്റാനി എടത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത്, ഫാദർ ടോം പുത്തമ്പരിയിൽ, ഫാദർ ജിബിൻ കുഴിക്കാട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. വിശുദ്ധ കുർബാനയെ തുടർന്ന് ഇടവക ദിനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം നടന്നു. ഇടവക വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത് അധ്യക്ഷനായിരുന്നു. ഇത് കുറച്ച് സമ്പത്ത് കൊണ്ടോ സമ്പാദ്യം കൊണ്ടോ മാത്രം തീരുന്ന ഒരു കാര്യമല്ല, സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഒരു ഇടവകയുടെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. അവിടെ സജീവമായി നേതൃത്വം നൽകുവാനും നിസ്വാർത്ഥമായിട്ടുള്ള സംഭാവനകൾ നൽകുവാനും സജീവമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കുവാനും ഇടവക ജനത്തിന് സാധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത് സമ്പന്നമാകുകയുള്ളൂ, അത് ഗംഭീരമാകുകയുള്ളൂ, അർത്ഥപൂർണമാകുകയുള്ളൂ. അങ്ങനെ പറയുമ്പോൾ പുന്നത്തറ പള്ളിയുടെ ഈ 400ാമത് ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് ഇന്ന് വരെയും സമ്പന്നമാണ്, അർത്ഥപൂർണമാണ്, ദൈവാനുഗ്രഹപ്രദമാണ്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും അകമൊഴിഞ്ഞ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഫ്രാൻസിസ് ജോർജ് എം.പി. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിശ്വാസത്തിന്റെ ആ ആഴവും പരപ്പും അതിലെ ഉറപ്പുമാണ് ഈ ഒരു കൂട്ടായ്മ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത് അതാണ്. നമ്മളിന്ന് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ആവശ്യം എന്താണ്? എന്തൊക്കെ ഉണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഇല്ല എങ്കിൽ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മളുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ദൈവത്തിന്റെ അനുഗ്രഹം വേണം. നമ്മൾ ആത്മീയമായിട്ട് ഓരോ നിമിഷവും കഴിവിന്റെ പരമാവധി നമ്മൾ വളരാനായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഉപദേശങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വൈദികരിൽ നിന്ന്, സന്യസ്തരിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. പക്ഷെ എങ്കിലും നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും മറന്നുപോകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നല്ല മാതൃക കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങളൊക്കെ നമ്മളുടെ എല്ലാം മുന്നിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ വിശ്വാസം കൈവിടാതെ നമ്മളുടെ ആ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഇടവകയിലെ ഒട്ടേറെ ഇടവകാംഗങ്ങൾ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമാണ്. പക്ഷെ അവരെല്ലാവരും, ഇവിടുത്തെ ഇടവകയുടെ തിരുനാൾ ദിനത്തിൽ ഇവിടെ വന്നിരുന്നു. ഒട്ടേറെ പേർ വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വന്ന് ആ തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വരികയും ആഘോഷങ്ങളിലും അതുപോലെ തന്നെ മറ്റെല്ലാ തിരുക്കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും, പ്രദക്ഷിണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നത് കണ്ടപ്പോഴാണ് ഇടവകയോടുള്ള ഇടവകയോടുള്ള കൂറും സ്നേഹവും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സിനിമാ താരം ജോസ് കുട്ടി ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു. എനിക്കങ്ങനെ അച്ഛൻ സംസാരിച്ച പോലെ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. വളരെയധികം സന്തോഷമുണ്ട് അച്ഛൻ എന്നെ ഈ ഒരു പുന്നത്തറ പള്ളിയുടെ 400ാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു ഇടവക ദിവസത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ പലപ്പോഴായി പല പരിപാടികൾക്കും വന്നിട്ടുണ്ട്. ഇവിടെ പള്ളിയിലെ പെരുന്നാളിനും പല കല്യാണങ്ങൾക്കുമായിട്ട് ഇവിടെയൊക്കെ പോയിട്ടുള്ള ആളും വന്നിട്ടുള്ള ആളുമാണ്. അപ്പൊ എനിക്ക് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും ഇവിടെ വരാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ എത്ര പേര് എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ എന്റെ ഒരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴും തിയേറ്ററിലുണ്ട്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. വളരെയധികം സന്തോഷം എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ. എല്ലാവർക്കും നന്ദി. നവജീവൻ ട്രസ്റ്റ് ഡയറക്ടർ പി യു തോമസ് ആശംസാ സന്ദേശം നൽകി. നമുക്കേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു ജ്ഞാനായ കുടുംബത്തിൽ നിന്നും ഒരു പ്രായമുള്ള അപ്പനും അമ്മയെയും ഇതുവരെയും നമുക്ക് വഴിയുന്ന കുട്ടികോട്ട് വരേണ്ടി വന്നിട്ടില്ല. അതിലെ ജ്ഞാനായ സഹോദരിമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.
കർത്താവിൻ്റെ അപ്പനെയും അമ്മയൊക്കെ സ്വന്തം അപ്പനെയും അമ്മയും നോക്കുന്നതിന് യാതൊരു കുറവും വരാതെ നോക്കുന്നതിൻ്റെ വലിയ അനുഗ്രഹമാണ് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക് വിദേശത്ത് പോയി നല്ല നിലയിൽ ജീവിക്കുന്നതും സ്വദേശത്ത് നല്ല നിലയിൽ ജീവിക്കുന്നതും പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പിതാക്കന്മാർ മരണം വഴി നിത്യതയിലേക്ക് പോയപ്പോഴും ഒരു കാര്യം എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കണേ, അവർ മരിച്ചു പോയെങ്കിലും അവരുടെ ശബ്ദം മരിച്ചിട്ടില്ല. ഒത്തിരിയേറെ അമ്മമാർ നമ്മുടെ നവജീവനി വന്ന് പറഞ്ഞപ്പോൾ 27 വർഷം ഒരമ്മച്ചി പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, തോമസ് ചേട്ടാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരണേ, അവിടെ നിന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി കടന്നുപോയി. ആ അമ്മച്ചിയുടെ മക്കളൊക്കെ വലിയ നിലയിലേക്ക് പോയി. കാരണം ദൈവശബ്ദമുള്ള വീടിന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവശബ്ദം കേൾക്കുന്ന വീടിന് ദൈവാനുഗ്രഹവും തലമുറകളായിട്ട് നിലനിൽക്കും. അങ്ങനെ ലഭിച്ചിട്ടുള്ളവരാണ് നമ്മുടെ സഭയിലെ അഭിമന്യ പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും വിശുദ്ധരുമെല്ലാം. അവർ ജന്മം കൊണ്ട് നമുക്കായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആരാധകരാണ്. ചതുർശതാബ്ദി ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ പല്ലോന്നിൽ സ്വാഗതം ആശംസിച്ചു. രൂപതയിലെ എല്ലാ സംഘടനകളുടെയും അതിരൂപത സമ്മേളനങ്ങൾ, വിവിധ സംഗമങ്ങൾ, ഇവയെല്ലാം വളരെ ഭംഗിയായി പൂർത്തിയാക്കുവാൻ, നടപ്പിലാക്കുവാൻ നമുക്ക് സാധിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ നടത്തിയ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ സംഗമവും നമ്മുടെ മലബാർ ദർശന യാത്രയുമൊക്കെ വളരെ വേറിട്ട അനുഭവങ്ങളായിരുന്നു. 2 ദിവസം മുമ്പ് നമ്മൾ നടത്തിയ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നമ്മൾ നടത്തിയ കൂട്ടയോട്ടം, അത് വളരെ ശ്രദ്ധേയമായിരുന്നു. കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ആശംസകൾ നേർന്ന് സംസാരിച്ച ബഹുമാനപ്പെട്ട VN വാസവൻ മന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എല്ലാം കേവലം ആഘോഷങ്ങൾക്കപ്പുറം സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടുള്ള പുന്നത്തറ പള്ളിയുടെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം പ്രശംസിക്കുകയുണ്ടായി. മീനച്ചിലാറും ആകെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ആറ് പരിശുദ്ധമായ ജലമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നല്ല ശുദ്ധമായ മണലും അവിടെ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ കാലങ്ങൾ മാറുന്നു, അതിനനുസരിച്ച് മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ 1 വർഷക്കാലം നടന്ന വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ വ്യക്തി സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ഒത്തിരിയേറെ സന്തോഷം എനിക്ക് തോന്നി. ഒരു ഇടവക എന്നുള്ള നിലയില് ഈ പ്രദേശത്തുള്ള ഇടവകക്കാർക്ക് മാത്രമല്ല, മറ്റെല്ലാ മതവിഭാഗങ്ങളിലും ജാതിയിലും പെട്ട മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് നിങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ്. ബോബൻ കടിയമ്പിൽ കൃതജ്ഞതാ പ്രകാശനം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. സ്നേഹവിരുന്നിനു ശേഷം സംഗീതം നിശയോടുകൂടി ഇടവക ദിനാഘോഷ പരിപാടികൾ സമാപിച്ചു. വളയും കളഞ്ഞ് ചുംബൻ അവിടെ നിന്നും പേശുന്നേ പേശാതി നേടി
പൊൻവള ഞാൻ തരാം. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം. കനക പൊൻവള കയ്യിലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. 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 മുത്തുമുത്തും പൊന്നോല മൂളം പടിയും പൊന്നോല. മുത്തുമുത്തും പൊന്നോല മൂളം പിടിയും പൊന്നോല. പാണ്ടിമത്തള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല. പാണ്ടിമത്തള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല. കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. 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 രണ്ടാം മാണിക്കീണച്ചില് വള കളഞ്ഞേ പെണ്ണുമാലെത്തിയേ. രണ്ടാം മാണിക്കീണച്ചില് വള കളഞ്ഞേ പെണ്ണുമാലെത്തിയേ. കാണട്ടെ കനക പൊൻവള കയ്യിലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. കനക പൊൻവള കയ്യിലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തുമുത്തും പൊന്നോല മൂളം പിടിയും പൊന്നോല. മുത്തുമുത്തും പൊന്നോല മൂളം പിടിയും പൊന്നോല. പാണ്ടിമത്തള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല. പാണ്ടിമത്തള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല. കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. കൊല്ലത്തെ രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ.